ഞാൻ പാരസിറ്റാമോൾ എടുത്ത് വന്നപ്പം ഇവൻ ഈ തലവേദന പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ്റെ മുഖം എല്ലാം കൂടെ മാറി, കണ്ണെല്ലാം കൂടെ ചുമന്ന്, കണ്ണെല്ലാം കൂടെ പുറത്തോട്ട് വന്ന് മുഖം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്നേരം ഇവന് ഞാൻ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് ഇവൻ ഛർദ്ദിച്ചു, ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുഴയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ മൂത്തയാളെയും കൂട്ടി ഡോർ ലോക്ക് ചെയ്ത് ഞാൻ ഇവനെ തോളിലിട്ടേക്കുക. താഴെ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ കുഴഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വീണ് നോക്കുമ്പോൾ ആൾ അൺകോൺഷ്യസ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ വഴി മുഴുവനും ഇവൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞിരിക്കുക, പുറത്തോട്ടിരിക്കുകയാണ്. ഇവൻ മിണ്ടുന്നില്ല, അവൻ പല്ലും കടിച്ചു പിടിച്ചിട്ടുണ്ട്. ഇവന് ശരിക്കും ഫിറ്റ്സ് വന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, കാരണം ഇവൻ ഒരിക്കലും വന്നിട്ടുമില്ല. ആ സമയം വളരെ ഹെൽത്തി ആയിട്ടിരുന്ന കുട്ടിയാണ്, ഭയങ്കര ആരോഗ്യത്തോടെ ഇരുന്ന കുട്ടിയാണ്, പനിയില്ല, കോൾഡ് പോലും ഇല്ല. അപ്പം ഫിറ്റ്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഞങ്ങൾ ആകെ ടെൻഷനായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ എമർജൻസി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബോധം വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ണ് തുറന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മേ ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ, അമ്മയും പാപ്പിയും കരയുന്നേ, പാപ്പിന്നാണ് മൂത്തയാളെ വിളിക്കുന്നത്, പാപ്പിയും കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം, അമ്മ ടെൻഷൻ അടിക്കേണ്ട. അന്ന് ഇതെല്ലാം നാക്കു കുഴഞ്ഞാണ് പറയുന്നത്, ക്ലീൻ ആയിട്ടല്ല പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവൻ അടുത്ത ഫിറ്റ്സ് വന്നു. അപ്പോഴത്തേക്ക്